വാർത്തകളിലേക്ക്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം തുടരുന്നു. കേരള ലൈവ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നാണ് ആരോപണം. ചർച്ചകൾ ഇല്ലാതെ വിഷയത്തിൽ കേരള ലൈവ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുകയാണെങ്കിൽ തങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നും മിൽമ ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാർ നഗറിൽ 2 ഏക്കർ ഭൂമിയിലാണ് മിൽമയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് ഹബ്ബ്, സംസ്ഥാനത്തെ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. 2 വർഷം മുമ്പ് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തി. മികച്ച നിലയിൽ പ്രവർത്തനം നടന്നുവരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത്. കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ ഈ നടപടിക്കെതിരെ മിൽമയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേരള ലൈവ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നുവെന്നാണ് മിൽമയുടെ ആരോപണം. ചർച്ചകളില്ലാതെ വിഷയത്തിൽ കേരള ലൈവ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുകയാണെങ്കിൽ തങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരുമെന്നും മിൽമ ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലോ ചർച്ച നടത്താമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ചർച്ചകളുമായി മുന്നോട്ട് പോകും. അതല്ല, അവർ ഏകപക്ഷീയമായി വീണ്ടും തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മേഖലാ യൂണിയൻ കോടതിയെ സമീപിക്കുന്നതിനും നിയമ നടപടികളിലൂടെ ഇത് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിക്കെതിരെ മിൽമയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ധർണാ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. അതേസമയം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് വിഷയത്തിൽ കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, അടിമാലി.